നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ വീടിന് സമീപത്താണ്. നമുക്കറിയാം, അനുനയ നീക്കങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് വാദിക്കുകയുണ്ടായി, പ്രതീക്ഷ പുലർത്തി. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ വിഫലമാകുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ ആഭ്യന്തര വകുപ്പ് വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ കുറഞ്ഞൊന്നും ഈ ഒരു മന്ത്രിസഭയിൽ, അതായത് UDF മന്ത്രിസഭയിൽ അതിൽ കുറഞ്ഞൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം ആയിരിക്കുന്നത്. അപ്പോൾ അതിലൊരു അനുനയ നീക്കം നടക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് KC വേണുഗോപാൽ ഈ വീട്ടിലേക്ക് എത്തുമെന്ന് രാവിലെ മുതൽ വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എത്തിയത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെ എത്തുകയുണ്ടായി. ഒരു അനുനയ രണ്ടാം വട്ടമാണ് ചെന്നിത്തലയുടെ വീട്ടിൽ VD സതീശൻ എത്തുന്നത്. ഒരു അനുനയ നീക്കം എന്നോണമാണ് അദ്ദേഹം ഇന്ന് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. അകത്ത് ഒരു അരമണിക്കൂറോളം നീണ്ട സംഭാഷണം, അതിനുശേഷം VD സതീശൻ മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാതെ പുറത്തേക്ക് പോവുകയുണ്ടായി. മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞില്ല. ഒന്നും സംസാരിക്കാതെ അദ്ദേഹം മടങ്ങുന്ന കാഴ്ചയുണ്ടായി. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരുപാട് സമയമെടുത്തു. മാത്രമല്ല, ഒരുപാട് നീണ്ടുപോയി ചർച്ചകൾ. 3 പേരും ഒരേ പിടിയിൽ നിന്നതുകൊണ്ട് തന്നെ ഒരുപാട് നീണ്ടുപോയി മുഖ്യമന്ത്രി തീരുമാനമെടുക്കാൻ. അപ്പോൾ തന്നെ ചിലരുടെയൊക്കെ വാദമുണ്ടായിരുന്നു, ഇനി മന്ത്രിമാരുടെ തീരുമാനം അല്ലെങ്കിൽ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഇതിനേക്കാൾ വലിയൊരു ചർച്ചകൾ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന തരത്തിലുള്ള ചില പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ പരിഹാസം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യത്തിലും വലിയ രീതിയിലുള്ള ഒരു നീട്ടിക്കൊണ്ടുപോലെ അല്ലെങ്കിൽ ഒരു വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല വീടിന്റെ മുന്നിൽ പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. മാധ്യമങ്ങൾ ഒന്നടങ്കം തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരു അനുനയ നീക്കം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്തരത്തിൽ അദ്ദേഹം വഴങ്ങി, അതായത് വേഗത്തിൽ തന്നെ മന്ത്രിസഭ രൂപീകരിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ VD സതീശൻ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ തീരുമാനം. പക്ഷെ അത് നടക്കുമോ? എത്രത്തോളം വേഗത്തിൽ അത് പ്രാബല്യത്തിൽ വരും? എത്രത്തോളം വേഗത്തിൽ അത് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. കാരണം ഇനി ഏറ്റവും പ്രധാനം രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നത് തന്നെയാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതായത് അവരുടെ ഈ VD സതീശന്റെ, അതായത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താണോ തീരുമാനിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരിക, അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു വലിയ വെല്ലുവിളി കൂടി കടക്കേണ്ടതായിട്ടുണ്ട് എന്നത് തന്നെയാണ് പ്രധാനം. എന്തായാലും അകത്തെ ചർച്ചകൾ എന്താണ്, അകത്തെ ചർച്ചകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഒരു നേതാക്കളും പ്രതികരിക്കുന്നില്ല. പ്രത്യേകിച്ച് അബിൻ വർക്കി എത്തിയിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം തോമസ് ചാമക്കാല എത്തിയിരുന്നു. ഇവരാരും മാധ്യമങ്ങളോട് യാതൊരു രീതിയിലുള്ള പ്രതികരണം നടത്തിയില്ല. വൈകാതെ തന്നെ അവർ തന്നെ പ്രതികരിക്കുമെന്ന രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ യാതൊന്നുമേ മാധ്യമങ്ങളോട് സംസാരിച്ചില്ല രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ വന്ന് മടങ്ങിയതിനു ശേഷം. അപ്പോൾ ഇനിയും അനിശ്ചിതത്വം ഉണ്ടാകുമോ? ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ ഇനിയും അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത്രയും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ തന്നെ ഇത്രയധികം ഒരു വൈകൽ ഉണ്ടായത് കൊണ്ട് തന്നെ പല മേഖലകളിലും ഭരണസ്തംഭനമുണ്ട് എന്ന ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലായിരിക്കുന്നത്. അതുപോലെ തന്നെ ആ വകുപ്പ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പോൾ അതിൽ നിർണായകമായ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലയിടങ്ങളിലും ഭരണസ്തംഭനം എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെ ഒരു ആക്ഷേപം നിലവിൽ ഉയരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കടമ്പ കൂടി ഇപ്പോൾ പുതുതായി അധികാരമേൽക്കാൻ പോകുന്ന UDF സർക്കാരിന് മുന്നിൽ വലിയൊരു കടമ്പയുണ്ട്. ആ കടമ്പ കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. വേഗത്തിൽ തന്നെ മന്ത്രിസഭ രൂപീകരിക്കപ്പെടും. അതുപോലെ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുന്നേ തന്നെ അനുനയ നീക്കങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇത്രയധികം വൈകിയത് കൊണ്ട് തന്നെ ഒരു ഭരണസ്തംഭനം അത് മൂർധന്യത്തിലേക്ക് പോകാതിരിക്കാൻ വേഗത്തിൽ തന്നെ ഒരു മന്ത്രിസഭ രൂപീകരിച്ച് അല്ലെങ്കിൽ വകുപ്പുകളൊക്കെ തിരിച്ച് അധികാരത്തിലേറി അധികാരം നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒരു ആവശ്യകത വളരെയധികം ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോ രമേശ് ചെന്നിത്തല വീടിനുള്ളിൽ അദ്ദേഹം ഉണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ചർച്ചകളിൽ നിന്നും വരുന്ന ഒരു നിഗമനം, അല്ലെങ്കിൽ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തുന്നത് എന്നൊക്കെ അറിയാൻ ഇനിയും എത്ര നേരം കാത്തിരിക്കേണ്ടി വരുമെന്ന ചോദ്യവും കൂടി ബാക്കിയാവുകയാണ്. അത് മാത്രമല്ല, ഇന്ന് മറ്റൊരു പ്രതികരണം നിയുക്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് മറ്റൊരു പ്രതികരണം കൂടി ഉണ്ടായി. മുസ്ലിം ലീഗിനെ പുകഴ്ത്തിക്കൊണ്ട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: മുസ്ലിം ലീഗിന്, അതായത് ലീഗിന്റേത് ഉറച്ച മതേതര നിലപാടാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. ലീഗ് UDFന്റെ ശക്തി സ്രോതസ്സാണ് എന്നൊരു വിശേഷണം കൂടി ലീഗിന് VD സതീശൻ നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു തർക്കവും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി
മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത് അത്തരത്തിൽ തർക്കങ്ങളൊന്നും ഇല്ല എങ്കിൽ എന്തിനാണ് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ചർച്ച, അല്ലെങ്കിൽ രണ്ടു വട്ടം അദ്ദേഹം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, എന്തിനാ അത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങുന്നു എന്ന ചോദ്യം നിലവിൽ ശക്തമാകുന്നുണ്ട്. മാത്രമല്ല വി ഡി സതീശൻ നയിക്കുന്ന UDF മന്ത്രിസഭയിൽ ആരൊക്കെയാണ് ഓരോ വകുപ്പുകൾ എടുക്കുക, ആരൊക്കെ ഏതൊക്കെ വകുപ്പുകളിൽ എത്തുമെന്ന ചോദ്യത്തിന് ഇനിയും നമ്മൾ നിമിഷങ്ങൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ കൗതുകമായിരുന്ന ചില കാഴ്ചകൾ കണ്ടിരുന്നു. അതായത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ വാടക വീട്ടിലെത്തി സന്ദർശിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. വളരെ കൗതുകമായ, അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് വളരെ കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. പക്ഷെ ഇതിനിടയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടിന് മുന്നിൽ, അതായത് നിയുക്ത മുഖ്യമന്ത്രി എത്തിയ സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വലിയ രീതിയിലുള്ള കോലാഹലം, ബഹളമൊക്കെ ഉണ്ടായി. അതായത് മാധ്യമ പ്രവർത്തകർ തമ്മിലായിരുന്നു വഴക്കുണ്ടായത്. അതായത് ക്യാമറ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് വലിയ രീതിയിലുള്ള ഒരു ഉന്തലും തള്ളലും. അതുപോലെ തന്നെ ആ വീഡിയോയിലൊക്കെ നമുക്ക് കേൾക്കാം എത്രത്തോളം രൂക്ഷമായിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഉന്തലും തള്ളലും. മാത്രമല്ല ഒരു വഴക്ക് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന തരത്തിലായിരുന്നു മാധ്യമപ്രവർത്തകർ ആ വീടിന് മുന്നിൽ ഇന്നലെ ആയിരുന്നത്. എന്തായാലും അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധേയമായ ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ തന്നെ അവരുടെ വഴക്കും അതുപോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുന്ന നമുക്ക് എത്രത്തോളം രൂക്ഷമായിരുന്നു എന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായാലും മാധ്യമപ്രവർത്തകരുടെ വഴക്ക് വളരെയധികം ശ്രദ്ധേയമായി മാറി കഴിഞ്ഞ ദിവസം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായിട്ട് പങ്കുവയ്ക്കുകയാണ്. എന്തായാലും അത് പ്രധാനപ്പെട്ട വിവരമല്ല എങ്കിൽ പോലും പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ കാഴ്ച വളരെയധികം കൗതുകകരമായിരുന്നു. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയെ കാണാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എത്തുന്നു. അവരുടെ പൊസിഷനൊക്കെ മാറിയിട്ടുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിരിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസമൊക്കെ അവരുടെ പൊസിഷനുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു കൂടിക്കാഴ്ച, അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ കേരളത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കും, അതായത് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ട്, ഭിന്നിപ്പുകളുണ്ട്, വേർതിരിവുകളുണ്ട്, എങ്കിൽ പോലും കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, കേരളത്തിന്റെ നല്ലതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കും എന്ന് തന്നെയാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ ഒരു സന്ദർശനത്തിന് ശേഷം പറഞ്ഞത്. മാത്രമല്ല സൗഹൃദപരമായിരുന്നു സംഭാഷണങ്ങൾ, കൂടിക്കാഴ്ചയൊക്കെ സൗഹൃദപരമായിരുന്നു. അദ്ദേഹം 16 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, അദ്ദേഹത്തെ സന്ദർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങളൊക്കെ ആരാഞ്ഞു, സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്, വരുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചത്. പിന്നാലെ ചോദ്യങ്ങൾ പിണറായിക്ക് നേരെ തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിയുക്ത മുഖ്യമന്ത്രിയെ പോകാൻ അനുവദിക്കൂ, അദ്ദേഹം പോകട്ടെ എന്ന് പറഞ്ഞ് ആ ചോദ്യങ്ങൾ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ സമീപകാലത്ത് നമ്മൾ കണ്ട ഒരു കൗതുക കാഴ്ചയായിട്ട് ആ ഒരു സന്ദർശനം മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇനി വരും ദിവസങ്ങൾ എങ്ങനെയാണ് നിയമസഭയ്ക്കുള്ളിൽ പിണറായിയും അതുപോലെ തന്നെ വി ഡി സതീശനും തമ്മിൽ കൊമ്പ് കോർക്കുക എന്ന്. നേരത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി പോരാട്ടം നമ്മൾ കണ്ടു. സ്ഥാനങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ, വ്യക്തികൾ മാത്രമേ മാറിയിട്ടുള്ളൂ. സ്ഥാനങ്ങളും വ്യക്തികളും മാറുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി ഇരുവരുടെയും പോരാട്ടം എന്നതാണ് ഇനി നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. കേറണ്ട. Prego.